നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. 2026 ജനുവരി 4 മുതൽ 10 വരെയുള്ള ആഴ്ചഫലമാണ്. 2026 ആണ്ടിൻ്റെ പ്രാരംഭം ജ്യോതിഷപരമായ അതീവ പ്രാധാന്യമുള്ള ഒന്നാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മകരരാശിയിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഗ്രഹസംഗമങ്ങളും സൂര്യൻ്റെ ഹൃദയത്തിലേക്ക് ശുക്രനും ചൊവ്വയും പ്രവേശിക്കുന്ന കാസിമി പ്രതിഭാസങ്ങളും വ്യാഴത്തിൻ്റെ പ്രതിയോഗവും ഈ ആഴ്ച സവിശേഷമാകുന്നു. ഈ കാലയളവിലെ ഗ്രഹനിലകളെയും അവ മനുഷ്യജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ സ്വാധീനവും ചെലുത്തുന്നത് വിശദമായി പരിശോധിക്കാം. ഈ ആഴ്ചയിലെ ഗ്രഹനിലകളെക്കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുന്നത് മകരരാശിയിലെ അസാധാരണമായ ഗ്രഹ കേന്ദ്രീകരണത്തിൻ്റെ മുൻനിർത്തിയാണ്. 2026 ജനുവരി ആദ്യവാരം സൂര്യൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ 4 പ്രധാന ഗ്രഹങ്ങൾ മകരരാശിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ആഴ്ച ജ്യോതിഷപരമായി പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ നാം ആദ്യം ശ്രദ്ധിക്കേണ്ടത് മകരരാശിയിലെ ഈ സ്റ്റെല്ലിയം അഥവാ ഗ്രഹസംഗമമാണ്. ശനി ഭരണാധികാരിയായ മകരത്തിൽ ഇത്രയധികം ഗ്രഹങ്ങൾ ഒത്തുചേരുന്നത് കർമ്മരംഗത്തും സാമൂഹിക ഘടനയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പരിവർത്തനത്തിന്റെ കാലമാണ്. ശനി അവരുടെ 12ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ 7 ശനി ആരംഭിച്ചിരിക്കുന്നു. ആഴ്ചയുടെ തുടക്കം അല്പം മന്ദഗതിയിലായിരിക്കുമെങ്കിലും മധ്യത്തോടെ പുതിയ പരിഹാരങ്ങൾ കണ്ടെത്താം. 10ാം ഭാവത്തിലെ ഗ്രഹസംഗമം തൊഴിൽ മേഖലയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നൽകും. വരുമാനത്തെക്കാൾ ചെലവ് കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. കണ്ണുകൾക്കും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും സാധ്യതയുള്ളതിനാൽ ജാഗ്രത വേണം. പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ സംയമനം പാലിക്കണം. സൗമ്യമായ സംസാര ബന്ധങ്ങൾ ദൃഢമാക്കും. നിങ്ങൾക്ക് ഈ ആഴ്ച വളരെ ഗുണകരമാണ്. നിങ്ങളുടെ 9ാം ഭാവത്തിലാണ് പ്രധാന ഗ്രഹങ്ങൾ നിൽക്കുന്നത്. പ്രവർത്തന രംഗത്ത് അനുകൂലമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയം കൂടിയാണ്. ഭാഗ്യം കൊണ്ട് ധനലാഭമൊക്കെ ഉണ്ടാകാം. നിക്ഷേപങ്ങളും ലാഭകരമാകും. തലവേദനയോ ദഹനക്കുറവോ അലട്ടിയേക്കാനും ഇടയുണ്ട്. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. പഠന കാര്യങ്ങളിൽ മികച്ച പുരോഗതി ഉണ്ടാകും. മിഥുനക്കാർക്ക് വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്നതിനാൽ വിവേകവും ഭാഗ്യവും വർദ്ധിക്കുന്ന വാരമാണ്. ആശയവിനിമയ മേഖലകളിലുള്ളവർക്ക് മികച്ച നേട്ടങ്ങളും പുതിയ കരാറുകളിൽ ഒപ്പിടാനുള്ള സാധ്യതകളും കാണുന്നു. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. കുടുംബത്തിൽ നിന്നോ പങ്കാളിയിൽ നിന്നോ അപ്രതീക്ഷിത ധനസഹായവും ഉണ്ടാകും. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ അലർജിയോ ഒക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. പഴയ സുഹൃത്തുക്കളുമായുള്ള ബന്ധം പുതുക്കാൻ അവസരങ്ങളും ലഭിക്കും. കർക്കിടകൻ രാശിക്കാർക്ക് കുടുംബത്തിന് വികാരങ്ങൾക്കപ്പുറം മുൻഗണന നൽകുന്ന വാരമാണിത്. ചന്ദ്രന്റെ നീക്കം വൈകാരികമായി തിരിച്ചറിവുകൾ നൽകും. ജോലി സ്ഥലത്ത് അമിതമായ ഉത്തരവാദിത്തങ്ങളും വന്നേക്കാം. സഹപ്രവർത്തകരോട് തർക്കിക്കുന്നത് ഒഴിവാക്കുക. വസ്തു ഇടപാടുകളിലൂടെ ലാഭം ലഭിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട്. ജലദോഷം, പനി എന്നിവ വരാതെ ശ്രദ്ധിക്കുക. ലഹരി വസ്തുക്കളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുക. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പുതിയ സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങാനും യോഗം കാണുന്നുണ്ട്. ചിങ്ങൻ രാശിക്കാർക്ക് ആത്മവിശ്വാസവും നേതൃത്വ ഗുണവും വർദ്ധിക്കുന്ന സമയമാണ്. സൂര്യന്റെ മകരത്തിലെ സ്ഥിതി നിങ്ങൾക്ക് കൂടുതൽ അച്ചടക്കമുള്ളവരെയാക്കും. മേലധികാരികളുടെ പ്രശംസ പിടിച്ചു പറ്റാനൊക്കെ സാധിക്കും. പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാനും ധൈര്യം കാണിക്കും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം അനുകൂലമായി പറയുന്നു. നടുവേദനയോ തോളിലെ വേദനയോ അനുഭവങ്ങളുണ്ടാകാൻ ഇടയുണ്ട്. പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ മറുപടി ലഭിക്കുന്ന സമയമാണ്. കന്യരാശിക്കാർക്ക് പ്രായോഗികമായ ചിന്തകൾ വിജയത്തിലേക്ക് നയിക്കുന്ന വാരമാണ്. 5ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ സർഗാത്മക വർദ്ധിപ്പിക്കും. മുടങ്ങിക്കിടന്ന ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കും. വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ തീരുമാനമൊക്കെ ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂല സമയമാണ്. ഭക്ഷണക്രമവും ഉറക്കവും കൃത്യമായി പാലിച്ചാൽ ആരോഗ്യം തൃപ്തികരമാകും. വീട് മോടി പിടിപ്പിക്കാനും കുടുംബങ്ങൾക്കൊടൊപ്പം സമയം ചെലവഴിക്കാനും സാധിക്കും. പൊതുവെ ഭാഗ്യമുള്ള സമയമാണ്. 4ാം ഭാവത്തിലെ ഗ്രഹസംഗമം സൗഖ്യങ്ങളും വർദ്ധിപ്പിക്കും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കും. ബിസിനസ്സിൽ പുരോഗതിയും ഉണ്ടാകും. സാമ്പത്തിക വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അമിതമായി ആകുലപ്പെടുന്നത് മാനസിക പിരിമുറുക്കം ഉണ്ടാകുകയും ചെയ്യും. യോഗ പരിശീലിക്കുന്നത് നല്ലതാണ്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വൃശ്ചികൻ രാശിക്കാർക്ക് ഈ ആഴ്ചയുടെ തുടക്കത്തിൽ ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടാമെങ്കിലും പിന്നീട് കാര്യങ്ങൾ അനുകൂലമായി മാറുന്ന അവസ്ഥയാണ്. ഔദ്യോഗിക യാത്രകൾ ഗുണകരമാകും. ഉന്നത ഉദ്യോഗസ്ഥരുമായി നല്ല ബന്ധം സ്ഥാപിക്കാനൊക്കെ സാധിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കുറവാകും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാനും സാധിക്കും. മാനസികാവസ്ഥയിൽ മാറ്റങ്ങളും വരും. പ്രാർത്ഥനകളും ധ്യാനവും ശീലിക്കുക. സംസാരത്തിൽ മിതത്വം പാലിക്കുന്നത് ഗുണം ചെയ്യും. ധനുരാശിക്കാർക്ക് കണ്ടകശനി തുടരുന്നതിനാൽ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. സഹപ്രവർത്തകരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നത് നേട്ടങ്ങൾ നൽകുമെങ്കിലും പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാൻ മടിക്കുകയും ചെയ്യരുത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പണം ചെലവഴിക്കുമ്പോൾ മുൻഗണനകൾ നിശ്ചയിക്കുക. കരൾ, തുട സംബന്ധമായ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുന്നത് നന്നാണ്. പങ്കാളിയുടെ പിന്തുണ മാനസിക ധൈര്യം നൽകും. മകരൻ രാശിക്കാർക്ക് ഇത് അതീവ പ്രാധാന്യമായ വാരമാണ്. 4 ഗ്രഹങ്ങൾ അവരുടെ രാശിയിൽ നിൽക്കുന്നതിനാൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത പറയുന്നു. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കും. കഠിനാധ്വാനത്തിന് അർഹമായ ഫലവും ഉണ്ടാകും. ഭൂമി വാങ്ങാനുള്ള ആലോചനകൾ പുരോഗമിക്കും. പഴയ കടങ്ങൾ തിരികെ ലഭിക്കാനും സാധ്യത കാണുന്നുണ്ട്. പനി, ശരീരവേദന എന്നിവ ശ്രദ്ധിക്കുക. കൃത്യമായ വിശ്രമമാണ് ആവശ്യം.
പങ്കാളിയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് സന്തോഷം നൽകും. അനാവശ്യ ചിന്തകൾ ഒഴിവാക്കുക. കുംഭൻ രാശിക്കാർക്ക് 12ാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ചിലവുകൾ വർദ്ധിപ്പിക്കുമെങ്കിലും പുതിയ അവസരങ്ങളും നൽകും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വരാൻ അവസരം ലഭിക്കും. പല വഴികളിലൂടെ പണം കൈവശം വന്നു ചേരുകയും ചെയ്യും. കാലുകൾക്കും രക്തചംക്രമണത്തിനും അസ്വസ്ഥതകൾ ഉണ്ടായെന്നും വരാം. പഠനത്തിൽ അലസത വരാതെ ശ്രദ്ധിക്കുക. മീനൻ രാശിക്കാർക്ക് ആത്മീയമായ ഉണർവ് ലഭിക്കുന്ന വാരമാണ്. ശനി ജന്മരാശിയിലൂടെ സഞ്ചരിക്കുന്നതിനാൽ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കും. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യത പറയുന്നു. അയൽക്കാരുമായോ സഹപ്രവർത്തകരുമായുള്ള തർക്കങ്ങളും പരിഹരിക്കപ്പെടും. വിശേഷ വസ്ത്രങ്ങളോ സമ്മാനങ്ങളോ ലഭിക്കാനും അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യത പറയുന്നു. പാദങ്ങൾക്കും ലിഫ്റ്റിംഗ് സിസ്റ്റത്തിനും ശ്രദ്ധ നൽകുക. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഗ്രഹങ്ങളുടെ പ്രതികൂല ഫലങ്ങൾ കുറയ്ക്കാനുള്ള ലളിതമായ പരിഹാരങ്ങൾ. ശനിയുടെ ദോഷം മാറ്റാൻ ശനിയാഴ്ചകളിൽ എള്ളെണ്ണ വിളക്ക്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം എന്നിവ നൽകുക. ചൊവ്വാഴ്ചകളിൽ ചുവന്ന വസ്തുക്കൾ ദാനം ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. വ്യാഴാഴ്ചകളിൽ മഞ്ഞ വസ്ത്രം ധരിക്കുക. ഗുരുക്കന്മാരെ ആരാധിക്കുക. ഗണപതി ഭഗവാനെയും ദുർഗാദേവിയെ ആരാധിക്കുക. ശുക്രശാന്തിക്കായി വെള്ളിയാഴ്ചകളിൽ വെളുത്ത പൂക്കൾ കൊണ്ട് പൂജിക്കുക.